അൽഹംദുലില്ലാഹ്. ഹസന ഉംറ സംഘം 22ാമത് ബാച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വളരെ റാഹത്തായി പരിശുദ്ധ ഹറമിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യ ദിവസം ഉംറ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അന്ന് വൈകുന്നേരം നമ്മുടെ എല്ലാ ബാച്ചുകളിലും പതിവുള്ളതുപോലെ തന്നെയാണ് പരിസര സിയാറൊക്കെ പോകലാണ് പതിവുള്ളത്. പരിസര സിയാറ എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇവിടെയുള്ളത് ജന്നത്തുൽ മുഅല്ല വരെ പോകുന്ന ആ സിയാറ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ നമ്മളെ മസ്ജിദുൽ ഹിജർ, അതുപോലെ തന്നെ സുമയ്യ മഖബറത്ത് ഷുബൈക്ക തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകുന്നൊരു സിയാറയാണ്. അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടത്തിനായപ്പോൾ നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തിനും വളരെ ഉന്മേഷത്തിനുമാണുള്ളത്. സാധാരണക്കെതിരായിക്കൊണ്ട് ഇന്ന് നല്ല പൊടിക്കാറ്റ് ഇവിടെ കാണാൻ അനുഭവിക്കാനിടയായി. ഏതായാലും ഇവിടുത്തെ പൊടിക്കാറ്റ് അല്പം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 53 വയസ്സ്. നമ്മുടെ മനസ്സിലേക്ക് ഹബീബിന്റെ 53 വയസ്സ് കൊണ്ടുവരട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ നമ്മുടെ പരിസര സിയാറയിൽ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ 35 വയസ്സ് മുതലുള്ള ചരിത്രങ്ങൾ പറയും. അതിങ്ങനെ പോയിട്ട് 53 നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടതുകൊണ്ടാണ് 53ാം വയസ്സിലാണ് മക്കക്കാര് ഹബീബായ തങ്ങളുപ്പാപ്പാനെ കൊണ്ട് അങ്ങോട്ട് കുടുങ്ങി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാട്ടിയിട്ടും മുഹമ്മദ് ഇവിടുന്ന് പോകുന്നില്ല എന്ന് മാത്രമല്ല മുഹമ്മദിന്റെ സംഘം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ പല രൂപത്തിലും അബൂജഹലും സംഘവും മുഹമ്മദിന് എന്തായി. ഞാൻ ആ പ്രയോഗം അവരുടെ ശൈലിയാട്ടോ, ഒരിക്കലും നമ്മളെ വാക്കിൽ വരാൻ പാടില്ലട്ടോ. ആ സംഗതിയുടെ റിയാലിറ്റി മനസ്സിലാവാൻ എങ്ങനെയൊക്കെ ആയാലും എന്തായാലും മുഹമ്മദും സംഘം ഇവിടുന്ന് പോകുന്നില്ല. ഇനി എങ്ങനെ ഇവിടുന്ന് തുരത്തി ഓടിക്കും? അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടെ തീരുമാനം വന്നു, മുഹമ്മദിനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൊല്ലാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്നു രാത്രി മുഹമ്മദ് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഒറ്റ വെട്ടിന്, ഒരാളല്ല എല്ലാവരും കൂടെ വെട്ടിയിട്ട് കൊല്ലണം. ഇതായിരുന്നു അവരുടെ തീരുമാനം. ഈ തീരുമാനം ആയതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയെ വന്ന് വിവരം അറിയിച്ചു. അതായത് ഇന്ന് രാത്രിയാണ് വധിക്കാനിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ വിവരമറിയിച്ചു. ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ഹബീബിന് 53 വയസ്സുള്ള ഹബീബിനെ കൊണ്ടുവരണട്ടാ. അപ്പോഴേ നമ്മൾ പറയുന്ന ഒരു സംഗതിയുടെ റിയാലിറ്റി എന്താ മനസ്സിലാവുള്ളൂ. നമുക്ക് വേണ്ടി ജീവിതം എല്ലാം പണയം വെച്ച ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തങ്ങളുപ്പാപ്പയെ കുറിച്ച് ഇങ്ങനെ തീരുമാനമെടുത്തു എന്നുള്ള വിവരവും തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകണം എന്നുള്ളതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം അറിഞ്ഞു നട്ടുച്ച സമയത്ത് ഹബീബായ തങ്ങളുടെ വീട് നമ്മൾ ഇന്ന് സഈ ചെയ്ത സഫാ മറയുടെ ബാക്കിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീടാണെങ്കിലോ നമ്മളെ പരിശുദ്ധമായ ഹറമിന് മുമ്പിലുള്ള ക്ലോക്ക് ടവറിന്റെ അവിടെ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. അങ്ങനെ നട്ടുച്ച സമയത്ത് ഹബീബായ തങ്ങളുപ്പാപ്പ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീട്ടിലേക്ക് വരുന്ന രംഗമാണ് സിദ്ദീഖ് തങ്ങൾ കണ്ടത്. ആ സമയത്ത് അന്നത്തെ കാലത്ത്, ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവിടുത്തെ ചൂടിന്റെ അവസ്ഥ എന്താണെന്ന്. അന്നത്തെ കാലത്ത് ആ സമയത്ത് ഒരാളും പുറത്തിറങ്ങൂല. ഇന്ന് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഇത് കണ്ടപ്പോ, ഹബീബായ തങ്ങളുപ്പാപ്പാന്റെ വരവ് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് പെട്ടെന്ന് വിഷമം തോന്നി. എന്തു പറ്റി എന്റെ ഹബീബ് ഈ നേരത്തെ ഇങ്ങനെ വീഴുന്നു? സാധാരണ പതിവുള്ളതല്ലല്ലോ. സിദ്ദീഖ് തങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി തങ്ങളെ ഈ ഒരു അസമയത്ത് തങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നല്ലേ? തങ്ങളുപ്പാപ്പ കണ്ട വിവരങ്ങളും നടന്ന വിവരങ്ങളും എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഹബീബായ തങ്ങൾ പറഞ്ഞു, മക്കയിൽ നിന്നും മദീനയിലേക്ക് പോവുകയാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലുള്ള താമസം ഒഴിവായി ഇനി ഇവിടുന്ന് മദീനയിലേക്ക് പോവാണ്. മദീനയിലേക്ക് പോവാൻ താല്പര്യമുണ്ടായിട്ടല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് വിട പറയാനോ ആഗ്രഹമുണ്ടായിട്ടുമല്ല. പക്ഷേ ഇവിടെയുള്ള ശത്രുക്കൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഹബീബായ തങ്ങൾ ഹിജറ പോകുന്ന വിവരം പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ആദ്യമായി ചോദിച്ചത്, തങ്ങളെ പാവം സിദ്ദീഖിനെയും കൂടെ കൂട്ടുമ്പോ എന്നായിരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കണം, സിദ്ദീഖ് തങ്ങൾക്ക് ഭാര്യയുണ്ട്, സിദ്ദീഖ് തങ്ങൾക്ക് മക്കളുണ്ട്, അങ്ങനെ സിദ്ദീഖ് തങ്ങൾക്ക് ഒരു കുടുംബമുണ്ട്. ഒരു തടസ്സവുമില്ല
അല്ലാത്ത സിദ്ദീഖ് തങ്ങൾ ഹബീബിനോടുള്ള അതിയായ മഹബത്ത് കൊണ്ട് ആരംഭപ്പോരോട് ചോദിച്ചു, ഈ പാവം സിദ്ദീഖിനെയും കൂടെ കൂട്ടുമോൻ? ഹബീബിനാണെങ്കിലോ സിദ്ദീഖ് തങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറം മറ്റാരെയും ആവശ്യമില്ലല്ലോ. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പ സമ്മതം കൊടുത്തു. അങ്ങനെ സമ്മതം കൊടുത്തപ്പോ കഴിഞ്ഞ 6 മാസമായി സിദ്ദീഖ് തങ്ങളുപ്പാപ്പ വളർത്തിക്കൊണ്ടുവരുന്ന മൃഗമുണ്ട് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ കയ്യിൽ. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഹബീബായ തങ്ങൾക്ക് ആ മൃഗം ഹദിയയായി കൊടുത്തു. ഹബീബായ തങ്ങൾ ഹദിയായി സ്വീകരിച്ചില്ല. അത് ക്യാഷ് കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങണം എന്നുള്ള നിർബന്ധം ഹബീബായ തങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആ മൃഗങ്ങളെല്ലാം വാങ്ങി കച്ചവടമെല്ലാം ഉറപ്പിച്ചു. ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പയും സിദ്ദീഖ് തങ്ങളും കൂടെ ഹിജ്റ പോവാനുള്ള ഒരുക്കത്തിലാണ്. ഹബീബായ തങ്ങളുപ്പാപ്പ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഹിജ്റ പോകുമ്പോ എങ്ങനെയാ നമ്മുടെ ഹിജ്റ പോവേണ്ടത്, എവിടെയെല്ലാം രൂപത്തിൽ ഏതെല്ലാം വഴിയിൽ പോകണം എന്നുള്ളൊരു വിശാലമായ ചർച്ച. കാരണം ഒരു വിശാലമായ യാത്രയാണല്ലോ നമ്മൾ പരിശുദ്ധ ഉംറക്ക് വരുമ്പോൾ, ഒരു ഉംറ ക്ലാസ്സിൽ നിൽക്കും പോലെ വിശാലമായ ഒരു യാത്രയാണല്ലോ. ആ യാത്രയുടെ മുഴുവൻ കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ച ചെയ്തിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന മസ്ജിദുൽ ഹിജ്റ എന്ന് പറയുന്ന ഈ പള്ളി നിന്നിരുന്ന സ്ഥലം. നമ്മൾ മനസ്സിലാക്കുക, ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും കൂടെ പോയ സമയത്ത് ആയിഷ ഉമ്മ പറയുന്നതായി കാണാം, എൻ്റെ ഉപ്പയുടെ ജീവിതത്തിൽ അത്രമേൽ സന്തോഷിച്ച ഒരു ദിവസം ഞങ്ങൾ പിന്നീട് കണ്ടിട്ടില്ലത്രേ. ഹബീബിന്റെ കൂടെ ഹിജ്റ പോയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം. അങ്ങനെ ഇവിടുന്ന് രാത്രി തീരുമാനമെടുത്തു. അങ്ങനെയാണത് അന്ന് ഉച്ചക്ക് തീരുമാനമെടുത്തു. അന്ന് രാത്രി മീറ്റിംഗ് കൂടി അടുത്ത പ്രഭാതമായപ്പോഴേക്കും ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളും കൂടെ മക്കയിൽ നിന്നും വിട പറഞ്ഞു പരിശുദ്ധമായ മദീനയിലേക്ക് പോയി. പോകുന്ന സമയത്ത് ഹബീബായ തങ്ങളുപ്പാപ്പ പരിശുദ്ധമായ കഅബാലയത്തിലേക്കാണ് ആദ്യമായി ചെന്നത്. ആ രാത്രി വീട്ടിൽ നിന്ന് കഅബയിലേക്ക് ചെന്നു. എന്നിട്ട് കഅബയിലേക്ക് നോക്കിക്കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തോട് പറഞ്ഞു, പരിശുദ്ധമായ കഅബാലയമേ, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു ആഗ്രഹവുമില്ല. ഞാൻ ജനിച്ചത് മുതൽ കണ്ടുവരുന്ന പരിശുദ്ധമായ കഅബാലയമാണല്ലോ. പക്ഷേ ഈ മക്കക്കാരൻ അവിടെ സമ്മതിക്കുന്നില്ല. മക്കക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. എൻ്റെ വാക്കുകളെ കൊണ്ട് മക്കക്കാരെ വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ പ്രവൃത്തികളെ കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ മക്കക്കാരനെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പ പരിശുദ്ധ കഅബയിലേക്ക് നോക്കിക്കൊണ്ട് സലാം പറഞ്ഞു. അവിടുന്ന് നേരെ നടന്നത് നമ്മുടെ ഉമ്മയാവുന്ന ഖദീജ ഉമ്മയുടെ ചാരത്തേക്കായിരുന്നു. ഉമ്മയുടെ അടുത്ത് ചെന്നുകൊണ്ട് ഉമ്മയോടും പറഞ്ഞു, ഞാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാം ആയിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവളായിരുന്ന നിന്നെ വിട്ടു പോവാൻ എനിക്കൊരാഗ്രഹവുമില്ല. കാരണം വഫാത്തായിട്ടുണ്ട് എങ്കിലും ഖദീജ ഉമ്മയുടെ ദർബാർ ഹബീബായ തങ്ങൾക്കൊരു സമാധാനമായിരുന്നു, ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള ഖദീജ ഉമ്മയെയും വിട്ടുകൊണ്ട് അവിടുന്നും യാത്ര പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പ 53 വയസ്സിൽ യാത്ര പോയി. നേരെ ഹോർ സൗറിലേക്കായിരുന്നു യാത്ര. ഇൻഷാ അല്ലാഹ് ഹോർ സൗറിന്റെ ബാക്കി കാര്യങ്ങൾ വിശദമായി പറഞ്ഞേട്ടാ. അന്ന് കാര്യങ്ങളിലും ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളും വന്നൊരു സ്ഥലം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം, എൻ്റെ ഹബീബും സിദ്ദീഖ് തങ്ങളുടെയും കാൽപാദങ്ങൾ പതിഞ്ഞ പവിത്രമായ മണ്ണിലൂടെ അപ്പൊ നമ്മളെല്ലാവരും നടന്നിങ്ങോട്ട് വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ മനസ്സിൽ കൊണ്ടുവരാം, ഹബീബ് അത്ര വേദനിച്ചൊരു സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് വരുമ്പോ ഇത് മദീനത്തുനിന്ന് ഹബീബായ തങ്ങൾ കാണും. നമ്മൾ ഓരോ ഉംറക്കാരും നോക്കാം, ഇങ്ങോട്ട് പലരും വരാറില്ല. അത് ആരുടെ പോരായ്മയല്ല, ഇങ്ങനെ നടന്ന് റിസ്ക് ബുദ്ധിമുട്ടാവണ്ട ചിന്തിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായ ഒരു അവസരം, ഇനി ഒരു അവസരം ഒരു പക്ഷെ ഉണ്ടായിക്കോന്നില്ല. മനസ്സിലായില്ല? വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എത്രയോ പേരുണ്ട് പരിശുദ്ധ മദീനത്ത് നിന്ന് മടങ്ങുമ്പോ ഉസ്താദേ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു പോയവരുണ്ട്. പക്ഷെ പിന്നീട് കേൾക്കല് ഉസ്താദേ അവർ മരണപ്പെട്ടു പോയി എന്നുള്ള. അപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത്, കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം എല്ലാം കണ്ട് അറിയാൻ അനുഭവിക്കാൻ നമ്മുടെ ആരോഗ്യത്തെ വിനിയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും കണ്ടതും എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബിന്റെ ചരിത്രങ്ങളിലൂടെ നമ്മൾ നടക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് നടന്നുകൊണ്ടും അറിയാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഈ പള്ളി കാണാനാണ് ഇപ്പൊ നമ്മളെല്ലാവരും വന്നിട്ടാ. അപ്പൊ നമ്മളെ മനസ്സിൽ കൊണ്ടുവരാം, ഹബീബും സിദ്ദീഖ് തങ്ങളാണ് ആ പള്ളി കൂടെ ഈ കണ്ട് ബിലിയൊക്കെ ഇവിടെ വന്നില്ലേ, ഡെവലപ്പ് വന്നില്ല. അവിടെ ആ പള്ളി മാത്രം ഇപ്പോൾ അതേപോലെ ആ പള്ളി പൊളിച്ചു വന്നില്ല. അതേപോലെ അന്ന് ഈ പള്ളി ഇല്ലട്ടോ ഇവിടെ. നമ്മൾ മനസ്സിലാക്കണം, ഏത് ചരിത്രം പറയുമ്പോൾ മനസ്സിലാക്കണം, അന്ന് ഇതൊന്നും ഇല്ല. ആ ഏരിയ, ആ പള്ളിയിൽ അവിടെ മസ്ജിദുൽ ഹിജ്റ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഹബീബായ തങ്ങൾ ഹിജ്റക്ക് പോകുമ്പോ മീറ്റിംഗ് കൂടിയ സ്ഥലം ട്ടാ.
നമുക്ക് സാഫല്യം ഒരുങ്ങാം കൂടെ ഹസനാ ഹോളിഡേയ്സ് വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസനാ ഹോളിഡേയ്സ് മഖബൂലും മബ്റൂറും റാസിയാർ. അപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടുകാരുണ്ട്. ആരൊക്കെയാണ്? ഉസ്മാൻ തങ്ങളും കേൾക്കില്ലല്ലോ ഇത്. അല്ലല്ലോ അല്ല ഉമർ റളിയല്ലാഹു അൻഹു. ഓക്കെ, അപ്പോ ഇത് പരീക്ഷിക്കൊന്നല്ല, ഇതൊക്കെ നമ്മൾക്ക് ഓർമ്മയിൽ ഉണ്ടാവാം അല്ലെ. നമ്മൾ പരിശുദ്ധ ഉംറ കഴിയുമ്പോഴേക്കും ചെറിയ രൂപത്തിൽ നമ്മുടെ മനസ്സിലെന്താവണം, ഏകദേശം ചരിത്രങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവണം കേട്ടോ. എന്നാൽ നമ്മൾ ഇനിയൊരു അവസരം നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ നമുക്ക് ചരിത്രങ്ങൾ ഓർക്കാൻ. കാരണം എന്താ, നാട്ടിൽ പോയ 100 കൂട്ടം തിരക്കുകളായില്ലേ. ഇതുപോലെ ഫ്രീ നമുക്ക് വീട്ടിൽ ജോലികളില്ല, ഭക്ഷണം ഉണ്ടാക്കണം. കഴിഞ്ഞ വെച്ച് വിത്താത്ത പോവാൻ ദിവസം പറയും ഉസ്താദ് കഴിഞ്ഞപ്പോൾ നാളെ മുതൽ വിഷമാണ്. അപ്പൊ എന്താ വിഷമം, നാളെ മുതൽ കഴിഞ്ഞപ്പോൾ പഴയതുപോലെ ആയില്ലേ, കിച്ചണിൽ പോകണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. 15 ദിവസങ്ങൾ സുഖമായിരുന്ന് കൈ കഴുകി ശീലിച്ചപ്പോഴേ. ഏതായാലും ഹബീബായ തങ്ങളുപ്പാപ്പയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഉമർ തങ്ങളുപ്പാപ്പയും അല്ലെ. അവരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടവരിൽ പെട്ട പ്രധാനപ്പെട്ടവർ. ഭാഗ്യം കിട്ടവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വളരെ ഭാഗ്യം കിട്ടവരല്ലേ. ഖദീജ ഉമ്മയുടെ ഭാഗ്യം വ്യത്യസ്തമാണ്, ആയിഷ ഉമ്മയുടെ ഭാഗ്യം വ്യത്യസ്തമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഓരോന്ന് പറയട്ടാം. എന്നാൽ ഹബീബിന്റെ കൂടെ കിടക്കാൻ ഭാഗ്യം കിട്ട ആകെ 2 പേര്, അത് സിദ്ദീഖ് തങ്ങളും അത് ആരുള്ളൂ, ഉമർ തങ്ങളും പാപ്പയുള്ളൂ. ആ ഭാഗ്യം ആർക്കും കിട്ടിയില്ല. ഈ ദുനിയാവിൽ ഏറ്റവും പുണ്യമായൊരു മണ്ണുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ജനാസ കിടക്കുന്ന മണ്ണ. പരിശുദ്ധമായ റൗള ആ സ്വർഗത്തിൽ വരുന്ന, പക്ഷെ റൗളയേക്കാളും മഹത്വമുണ്ട് ഹബീബിന്റെ ജനാസ കിടക്കുന്ന ആ പവിത്രമായ മണ്ണിന്. ആ പവിത്രമായ മണ്ണിൽ ഹബീബിന്റെ കൂടെ കിടക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചില്ലറ ഭാഗ്യമല്ല പ്രിയമുള്ളവരെ. അങ്ങനെ വലിയ ഭാഗ്യം ലഭിക്കാനുള്ള കാരണമൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ മദീനത്തെന്ന് പറയും. എന്തേ അവരവിടെ കിടക്കാൻ കാരണം? ബാക്കി എത്രയോ പേരില്ല, അവരൊക്കെ ജന്നത്തുൽ ബഖീർ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും പാപ്പയും കൂടെ അവിടെ എത്തിയെന്നൊക്കെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറയട്ടാം. ഏതായാലും അങ്ങനെയുള്ള ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വേണ്ടപ്പെട്ട 2 പേരായിരുന്നു ഈ ഉമർ തങ്ങളുപ്പാപ്പയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും. ഹബീബിന്റെ വേണ്ടപ്പെട്ടവരായ എന്ന് മാത്രമല്ല, ഹബീബിന് ബന്ധം കൂടെ ഉണ്ട്. എന്താ ബന്ധം അറിയാമോ? തങ്ങളുപ്പാപ്പാന് ആരാ? പറയൂ വല്യാപ്പ. ഭാര്യമാരുടെ ഉപ്പ. എന്നാ ഏതാ ഭാര്യ? ആയിഷ ബീവി. പിന്നെ നിങ്ങൾ ഭയങ്കര സംഭവമുള്ളൂ, മാഷാ അല്ലാഹ്. നിങ്ങൾ ഫുള്ള് തയ്യാറായി വന്നോന്നല്ലേ. ഏതായാലും ഹബീബായ തങ്ങളുപ്പാപ്പയുടെ 2 ഭാര്യമാരായിരുന്നു. ഒന്ന് ആയിഷ ഉമ്മയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും. അത് ഹഫ്സ ബീവിയുടെ ഉപ്പയാണ് ഉമർ തങ്ങളുപ്പാപ്പ അല്ലെ. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ആയിഷ ഉമ്മയുടെ ഉപ്പ അല്ലെ. അപ്പൊ ആ 2 പേരും ഹബീബിന്റെ അമ്മോഷനും കൂടിയാണ് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള 2 പേർക്കും കൂടി കിടക്കാൻ ഭാഗ്യം ലഭിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിൽപ്പെട്ട സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ് ആ കാണുന്ന ആ ഹോട്ടൽ. എല്ലാവരും നോക്കൂ, ഈ ഹോട്ടൽ ഉണ്ടല്ലേ. ഈ ഹോട്ടലിനകത്ത് ഒരു പള്ളി പോലത്തെ മിനാരം കാണുങ്ങൾ നേരെ എന്റെ കൈ നേരെ പോകുന്ന, ആദ്യം കയ്യിലേക്ക് നോക്കൂ, കൈ കൂക്കികള്. അവിടെ കണ്ടെങ്കിൽ ഒരു മിനാരം പോലെ കണ്ടോ, ഉള്ളിൽ ഇങ്ങനെ ചില്ല്. ഈ പാലം കണ്ടോ? ഇവിടെ പാലം കണ്ടില്ല. ആ പാലത്തിന്റെ മുകളിൽ നിങ്ങൾ കണ്ടു ചില്ല് പോലെ ഇങ്ങനെ. അവിടെയാണ് മസ്ജിദ് അബൂബക്കറിന് സിദ്ദീഖ്. അതായത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ വീട് അവിടെയായിരുന്നുണ്ടായിരുന്നത്. അവിടേക്കാണ് കണ്ടില്ലേ, അവിടെ മക്ക ഹോട്ടൽ ടവർ എഴുതിച്ചിട്ടുണ്ട് ഇംഗ്ലീഷില്. അതിന് മുകളിൽ കണ്ടില്ലേ പള്ളി പോലത്തത്. ആ സംഗതി ആ ഭാഗത്താണ് മസ്ജിദ് അബൂബക്കറിന് സിദ്ദീഖ് ഉള്ളത്. എന്ന് പറഞ്ഞാല് അതിന്റെ താഴ്വശമായിരുന്നു സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ വീടുണ്ടായിരുന്നത്. ഹബീബിന്റെ വീട് ഹറമിന്റെ ബാക്കിൽ ഇൻഷാ അല്ലാഹ് നാളെ കാണട്ടാ. എന്നാൽ ഉമർ തങ്ങളുടെ പാപ്പ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ജബൽ ഉമർ. അവിടെ എഴുതിച്ചിട്ടുണ്ട് ജബൽ ഉമർ ഉണ്ടല്ലേ. ഈ കാണുന്ന ഈ ബിൽഡിങ്ങിന്റെ അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. അവിടെയാണ് ഉമർ തങ്ങളുടെ പാപ്പ ജനിച്ചു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേര്, ഒരാൾ ജനിച്ച സ്ഥലം, ഒരാളുടെ വീടുണ്ടായിരുന്ന സ്ഥലം. അപ്പൊ എന്തായാലും ഈ മണ്ണൊക്കെ അവരുടെ ചെറിയ പ്രായങ്ങളിൽ നടന്നതും ഇരുന്നതും അനുഭവിച്ചതുമായ പവിത്രമായ ഭാഗ്യം ലഭിച്ച മണ്ണുകളാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ?
അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ ഓരോ ചരിത്രങ്ങൾ കാണുമ്പോൾ നമ്മളെ ഹൃദയം എപ്പോഴും സംശുദ്ധമാക്കി കാണണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അതിനൊക്കെ പുണ്യമാവുള്ളൂ കേട്ടാ. എപ്പോഴും നമ്മുടെ മനസ്സിന്റെ നല്ല നീയത്തൊക്കെ പടച്ചോനെ, ഞാൻ ഈ കാണുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ജീവിതം സംശുദ്ധമാവണം, ഞാൻ ഈ ചെയ്യുന്ന സഈന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ജീവിതം റാഹത്തിലാവണം. അള്ളാന്റെ ഹറമു വരെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് ഒരു മുഅ്മിനിന്റെ ജീവിതം സംശുദ്ധമായിട്ടില്ല എങ്കിൽ അവനോളം ഹതഭാഗ്യരായ ഒരാൾ ജീവിതത്തിൽ ഇല്ലാന്ന്. കാരണം എത്ര നല്ല അവസരം തന്നില്ലേ. അള്ളാഹു നമ്മളെല്ലാവരുടെയും ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ. അപ്പൊ സുദ്ദീഖ് തങ്ങളെ വീട് കണ്ടു, ഉമർ തങ്ങൾ പാപ്പ ജനിച്ച സ്ഥലം കണ്ടില്ലേ. ഇത് നമ്മൾ മനസ്സിലാക്കി, ഇതൊന്നും ഇപ്പൊ പഴയതുണ്ടാവില്ല കേട്ടാ. ഇതൊക്കെ നമ്മൾ ഓരോ ഏരിയകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഡെവലപ്പ് എല്ലാം വന്നു പോയില്ലേ. ഇൻഷാ അല്ലാഹ് ഇനി സുമയ്യ ഉമ്മയുടെ മക്ബറയിലേക്ക് പോവാം. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി നൃത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. ഹസന ഹോളിഡേയ്സ്, ഹസന ഹോളിഡേയ്സ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയും ഉസ്മാൻ തങ്ങളുപ്പാപ്പയും കൂടെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഹബീബായ തങ്ങളുപ്പാപ്പ ഒരു കാഴ്ച കാണുകയാണ്. ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും കൂടെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ വെച്ചുകൊണ്ട് അബൂജഹൽ ആ പുരുഷനെ വല്ലാതെ ആക്രമിക്കുന്ന രംഗമാണ് കണ്ടത്. എത്രത്തോളം ചോദിച്ചാൽ അവരെ തല കീഴായി പിടിച്ചുകൊണ്ട് അവരുടെ കാല് മുകളിൽ കെട്ടിയിട്ട് അവർ തീക്കുണ്ടാരത്തിന്റെ താഴെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പൊ തല ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഹബീബായ തങ്ങളുപ്പാപ്പ കാണുന്നത്. ഈ ഒരു രംഗം കണ്ടപ്പോ നേരെ അപ്പോ അവിടെ ഉണ്ടായിരുന്ന സഹോദരി ആരാണ്? ഒന്ന് സുമയ്യ ഉമ്മയും സുമയ്യ ഉമ്മയുടെ ഭർത്താവും ആയെന്നുണ്ടായിരുന്നിട്ടാ. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പയും ഉസ്മാൻ തങ്ങളുപ്പാപ്പയും അതുവഴി വരുന്ന കണ്ടപ്പോ സുമയ്യ ഉമ്മ ഓടി വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഞങ്ങൾ ഈ കാണുന്ന ഒരാളും അബൂജഹലിനോട് ഒരാളോടും ഒരു അക്രമം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ പുണ്യമാക്കപ്പെട്ട ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ തൂക്കിലേറ്റിക്കൊണ്ട് ഈ തീക്കുണ്ടാരത്തിന് മുകളിലേക്ക് എൻ്റെ ഭർത്താവിനെ തല കീഴാക്കിയിരുത്തിക്കൊണ്ട് ആക്രമിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ശിരസിൽ നിന്ന് ഇങ്ങനെ മുടികളെല്ലാം ഒഴുകിക്കൊണ്ട് ഒലിക്കുന്ന രംഗമാണല്ലോ ഹബീബായ തങ്ങളെ കാണുന്നത്. സാധുക്കളായ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, സുമയ്യ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കും ഭർത്താവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഹയാത്തുള്ള കാലത്ത് തന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം കൊടുത്തു ഹബീബായ തങ്ങൾ സുമയ്യ ഉമ്മക്ക്. ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് സുമയ്യ ഉമ്മ നേരെ വന്നു ഭർത്താവിൻ്റെ അടുത്തേക്ക്. അല്ലയോ, നിങ്ങൾ വേദനിക്കണ്ട, നമ്മൾ ഈ ഇഹലോകത്തുള്ള വേദന അനുഭവിച്ചാലും നമുക്ക് രണ്ടുപേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ മുഖേന അറിയിച്ചിട്ടുണ്ട് എന്ന് സുമയ്യ ഉമ്മ പറയുകയുണ്ടായി. അങ്ങനെ സുമയ്യ ഉമ്മ ഇതങ്ങ് പറയുന്നത് കേട്ടപ്പോൾ അബൂജഹലിനെ വീണ്ടും ദേഷ്യം വരാം. കാരണം അബൂജഹലിനെയാണ് ധിക്കരിക്കുന്നത്. അതോടെ അബൂജഹൽ ഭർത്താവിനെ അവിടെ ഇട്ടുകൊണ്ട് നേരെ സുമയ്യ ഉമ്മയിലേക്ക് വന്നു. സുമയ്യ ഉമ്മയുടെ വയറിലേക്ക് ഒരു കടാര കൊണ്ട് ഒറ്റ കുത്തം കുത്തി. ആ കുത്തിയ സമയത്ത് സുമയ്യ ഉമ്മ അവിടെ വീണ് കിടന്ന് പെടയുകയാണ്. ആ കടാര ബാക്കിലേക്ക് വന്നു. അങ്ങനെ സുമയ്യ ഉമ്മ കിടന്ന് പെടയുന്ന നേരത്തും സുമയ്യ ഉമ്മ അല്ലാഹ് 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 എന്നുള്ള ഒരേ ഒരു നാമമായിരുന്നു അവർ ഉച്ചരിച്ചിരുന്നത്. കാരണം അവരുടെ മനസ്സിലെ ഈമാനിന്റെ പവർ അതിനു മാത്രമായിരുന്നു. അബൂജഹലിന് ദേഷ്യം തീരുന്നില്ല. കാരണം വീണ്ടും അബൂജഹലിനെയാണ് ധിക്കരിക്കുന്നത്. അബൂജഹൽ സുമയ്യ ഉമ്മയുടെ ആ വയറ്റിലുണ്ടായിരുന്ന കടാര വലിച്ചങ്ങ് ഓരിയെടുത്തു. എന്നിട്ട് സുമയ്യ ഉമ്മയുടെ ഗുഹ്യ സ്ഥാനത്തിലൂടെ അങ്ങനെ അമർത്തി കയറ്റി. ആ സമയത്ത് സുമയ്യ ഉമ്മ വേദന സഹിക്കാൻ കഴിയാതെ ബോധം കിട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ ഹയാത്തുള്ള കാലത്ത് തന്നെ സ്വർഗം കൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ കയ്യിൽ നിന്ന് വാഗ്ദാനം ലഭിക്കുകയും അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു കൊണ്ടുപോയ ആദ്യത്തെ ഇസ്ലാമിലെ ഷഹീദായ വനിതയായിരുന്നു മഹദിയായ സുമയ്യ ഉമ്മ റളിയല്ലാഹു അൻഹ. ആ മഹദിയായ സുമയ്യ ഉമ്മയുടെ മക്ബറയാണ് എന്ന് നമ്മൾ പൂർവികരെ പറയപ്പെടുന്നതാണ്. നേരെ കാണുന്ന മക്ബറല്ലേ.
ഈ സ്ഥലത്തിന്റെ പേര് മഖബറത്ത് ശുബൈക. അതിൽപ്പെട്ട ആ കാണുന്ന ഖബറാണ് സുമയ്യ ഉമ്മയുടെ മഖബറ എന്നും പറയപ്പെടുന്നു. ഏതായാലും ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ കാലത്ത് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കുഴിച്ചുകൂടുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ മദ്രസയിൽ പഠിച്ചില്ലേ? അന്നു കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ഖബർസ്ഥാനെയാണ് ഈ കാണുന്നത്. ചിന്തിച്ചു നോക്കൂ, എന്താ ഇതിന്റെ. അതായത് ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഹറം അവിടെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ? ആ ഹറമിന്റെ ഇവിടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. എന്ത് ഇത് മാത്രം ബാക്കിയാക്കി? അതൊക്കെ ഇതിനെന്താണ്? ചില അടയാളങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പ്രിയ സുഹൃത്തെ, നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു മഹത്തായ ചരിത്ര വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.